ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദീപാവലി സ്പെഷ്യലായ അതിരസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 200 ഗ്രാം, ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശർക്കരയും അത്ര തന്നെ, ഒരു 200 ഗ്രാം തന്നെ. അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും, അതൊരു 1/4 ടീസ്പൂൺ വീതമാണ് ആവശ്യം. നമ്മൾ ഈ പച്ചരി നന്നായി ഒന്ന് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് നമ്മൾ കൂട്ടിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതേപോലെ നൈസായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ച് അരിക്കാം. അപ്പോൾ നമ്മുടെ അരിത പൊടിച്ച് നൈസാക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര പാത്രത്തിലിട്ട് കൊടുക്കും. ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായി അതൊന്ന് അരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളക്കിയിട്ട് തീ കുറച്ചിട്ടിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നന്നായി തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ അരിച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ല, അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിടാം. ചൂടോടെ തന്നെ നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് നമ്മളിത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ശർക്കര പാനിയും കൂടി ഒഴിച്ചതാ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചൂടുണ്ട്. ആ ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു ദിവസം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇത്രയും തിക്കിൽ നമ്മളെ മാവ് നമുക്ക് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ദിവസമായി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തൊട്ടിട്ട്, ഓയിലിന് നമുക്ക് നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചു. നമ്മൾ ചൂടുള്ള വെള്ളം ശർക്കര പാനിയിൽ ഒഴിച്ച് വെച്ച് തന്നാലും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഇതിൽ അപ്പം ഉണ്ടാക്കിയിടാനായിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം അത് ബോളാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ബോൾ വെച്ചിട്ട് എന്നിട്ട് അത് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പരത്തുക. നടുക്കൊരു ദ്വാരം ഇട്ട് കൊടുക്കും കേട്ടോ. ദ്വാരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദ്വാരം ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാക്കാം. നമ്മുടെ അപ്പം ഇട്ട് കഴിഞ്ഞത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ നന്നായി പൊന്തി വരും കേട്ടോ. എന്നിട്ട് അത് മറിച്ചിട്ട് വേവിക്കുക. 2 ഭാഗവും ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മറിച്ചിട്ട് വേവിക്കുക. തീ അധികം കൂട്ടണ്ട കേട്ടോ. അപ്പം നമ്മുടെ അരിപ്പൊടി ഒന്ന് വേവാനില്ലേ, അപ്പോൾ അതെല്ലാം തീ കുറച്ചിട്ടിട്ട് തന്നെ അത് ഉണ്ടാക്കിയോളാം. തീ കൂട്ടിയിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ ഉള്ളു വേവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം തീ കുറച്ചിട്ടിട്ട് നമ്മളിത് വേവിച്ചോളാം. ഇപ്പോൾ 2 ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യലായ അതിരസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.